മാങ്ങയെല്ലാം പൂളി എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ കളറ് കണ്ടോ, നല്ല കളറുണ്ട്. മാങ്ങ അരിഞ്ഞ് എൻ്റെ കൈ കണ്ടോ, ആ മാങ്ങയുടെ കളറ് പറ്റി, നല്ല കളറുണ്ട്. പൂളി എടുത്തപ്പോൾ എൻ്റെ കൈ മൊത്തം ഈ കളറായി. കൊതി തോന്നുന്നു കണ്ടിട്ട്, പക്ഷെ തിന്നാൽ നല്ല പുളിയുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അച്ചാറിൻ്റെ കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ അരിഞ്ഞെടുക്കണം, ഒരേപോലെ. ഇത് മൊത്തം അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. അങ്ങനെ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേരുവകളൊക്കെ ചേർക്കാം. കായപ്പൊടിയെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം വരുന്നില്ല, മഞ്ഞ കളറുണ്ട്, എങ്കിലും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. അടുത്തായിട്ട് ഉലുവാപ്പൊടിയാണേ, അത് വീട്ടിൽ തന്നെ ഞാൻ വറുത്ത് പൊടിച്ചതാണ്. മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് മാങ്ങയുടെ അളവനുസരിച്ചാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് കുഴയ്ക്കണം. അപ്പം അതിനായിട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചൊഴിച്ചാൽ മതി. ഈ മുളക് പൊടിയൊക്കെ ഒന്ന് കുഴയാൻ വേണ്ടിയിട്ട്, അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊഴിച്ചു. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങയെല്ലാം ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന് അച്ചാറിടത്തില്ല. അപ്പം നാളെ ഒരു ദിവസം ഇങ്ങനെ അരപ്പ് പുരട്ടി ഇങ്ങനെ അടച്ച് വെച്ചേക്കണം. നല്ലതായിട്ട് മൂടി വെക്കണേ. ചെറിയ ഈച്ചകളൊക്കെ വന്നിരുന്നിട്ട് പിന്നെ ഇത് കേട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതായിട്ട് അടച്ച് വെക്കണം. ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ അരപ്പ് പുരട്ടി വെച്ചിരുന്നതാണ്. ഇപ്പം മാങ്ങയുടെ നീരൊക്കെ ഇറങ്ങി വെള്ളമയമൊക്കെ ആയി കിടപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇന്ന് ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് വേണം ഇത് അച്ചാറിടാൻ. അപ്പം നമുക്കിത് അച്ചാറിടാം. ഇതേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ സദ്യക്കൊക്കെ ഇങ്ങനെയാണ് മാങ്ങ അച്ചാറിടാറ്. പെട്ടെന്നൊരച്ചാർ, നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ മറ്റൊന്നും ചേരുവകളൊന്നും ഒരുപാടില്ല. അപ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതേ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതേ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മൊബൈൽ ഒരു കയ്യിൽ വെച്ചിട്ട് മാങ്ങ ഇങ്ങോട്ട് കുടഞ്ഞിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാങ്ങ ഇട്ട്. അപ്പോൾ മാങ്ങ ഇട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സൗണ്ട് കുറവാണെന്ന് പറയാറുണ്ട്, പലരും പറയാറുണ്ട്. ഇനി ഒരു മൈക്ക് മേടിക്കണം. നമ്മൾ തുടക്കക്കാരല്ലേ, എല്ലാം വാങ്ങി വരുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാങ്ങ ചെത്തിയെടുത്ത മാങ്ങാണ്ടിയാണേ. ഇങ്ങനെ എടുക്കത്തുള്ളൂ, ഇതെല്ലാം ചെത്തി എടുക്കത്തില്ല, ഞാൻ എടുക്കത്തില്ല. അപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മീൻ തോരനെ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ, പിന്നെ ഒരു മാങ്ങ കറി വെക്കണോ
ഇതിനൊക്കെ ഇതെടുക്കാം. ഇതിനകത്ത് നല്ല മാംസമുണ്ട്. ഇതോടെ എടുത്ത അച്ചാർ അളിഞ്ഞ് പൊളിഞ്ഞ് വല്ലാണ്ടിരിക്കും, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മറ്റെന്തെങ്കിലും കറികൾക്കൊക്കെ ഉപയോഗിക്കാം.